എന്ന് പറയാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിനുള്ള 1-2 ടെക്നിക്കുകളാണ് ഞാൻ എന്ത് ചെയ്യുന്നത് എന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, ഒന്നാമത്തെ കാര്യം, ലോ ഓഫ് അട്രാക്ഷൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് തോന്നുന്ന ഒരു കാര്യം പറയാം. ഈ ഒരു കാര്യമാണ് എനിക്ക് ഏറ്റവും ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത്. ഫോർ എക്സാമ്പിൾ മണി, അതേപോലെ തന്നെ നോളജ്, അങ്ങനെ എന്തും ആവാം, ഹാപ്പിനെസ്, ഫാമിലി, ഓക്കെ, ഹെൽത്ത്, എന്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത്? ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓഡിയോ ഓക്കെ ആണല്ലോ? ഓഡിയോ ഓക്കെ അല്ലേ? Yes, sir. അബിത മാം ഹെൽത്ത് ആണ്, ഷൈനി ഫാമിലിയാണ്, സിന്ധു മാം ഇങ്ങനത്തെ കോളുകൾ ഏകി. ഓക്കെ, ഹെൽത്ത് ആൻഡ് ഫാമിലി. അഭിരാം ഹാപ്പിനെസ്, ഹെൽത്ത് ആൻഡ് വെൽത്ത് ഉണ്ണികൃഷ്ണൻ. ബാക്കിയുള്ള ആളുകൾ സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക, ഹെൽത്ത്. ഓക്കെ, നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ഹെൽത്ത് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, അതേപോലെ വെൽത്ത് ആയിക്കോട്ടെ, ഇതെല്ലാം വരണമെങ്കിൽ നമ്മളുടെ ഒരു ഇമോഷൻസ് കറക്റ്റ് ആയിരിക്കും. ലോ ഓഫ് അട്രാക്ഷൻ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? നമ്മളുടെ ഇമോഷൻ കറക്റ്റ് ആയിരിക്കും. ആ ഇമോഷൻസ് എന്ന് പറയുന്നത് സീക്രട്ടിലൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അത്രയും ഹാപ്പി ആയിരിക്കാണ്. നിങ്ങൾക്ക് സമ്പത്ത് വേണം, ആരോഗ്യം വേണം, അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി റിലേഷൻഷിപ്പ് കൂടണം, നിങ്ങൾക്ക് നോളജ് കൂടണം. എല്ലാത്തിനുമുള്ള ഒരു ഒറ്റ മൂല്യം എന്ന് പറയുന്നത് നിങ്ങൾ ഹാപ്പി ആയിരിക്കുക എന്നതാണ്. ലോ ഓഫ് അട്രാക്ഷനെ തന്നെ ലോ ഓഫ് ലവ് എന്ന് പറയാറുണ്ട്, സ്നേഹത്തിന്റെ നിയമം എന്ന് കൂടെ പറയാറുണ്ട്. അതേപോലെ തന്നെ ഉള്ള ഒരു ലോ ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യുക, എത്ര ഹാപ്പി ആയിരിക്കാൻ പറ്റുമോ അത്രയും നമ്മുടെ ലൈഫിലേക്ക് നല്ല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എങ്ങനെയാണ് നമുക്ക് അങ്ങനെ ഹാപ്പി ആയിരിക്കാൻ സാധിക്കും? അതിനെന്തെങ്കിലും ടെക്നിക്സുകൾ ഉണ്ടോ? എങ്ങനെയാണ് ഹാപ്പി ആയിരിക്കാൻ സാധിക്കുക? അതിനെന്തെങ്കിലും ടെക്നിക്കുകൾ ഉണ്ടോ? 2 കാര്യമാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഹാപ്പി ആയിരിക്കാൻ. ഒന്നാമത്തെ കാര്യം ഫിയർ എന്ന് പറയും. ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ? ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ? ഭയം. എന്താണ് ഭയം എന്ന് പറഞ്ഞാല്? എന്താണ് ഭയം? ഉള്ളിൽ നിന്ന് തോന്നുന്ന ഒരു വികാരം. ഈ ഫിയർ എന്ന് പറയുന്നതിന് ഭയത്തിനെ കണ്ടാരെങ്കിലും ഉണ്ടോ? ഭയത്തിനെ കണ്ട ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഞാൻ ഭയത്തിനെ കണ്ടിട്ടുണ്ട്. ഞാനങ്ങനെ ഒരു ദിവസം പോകുമ്പോൾ ഞാൻ അയാളെ മീറ്റ് ചെയ്തത് ഭയം എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിനെ മീറ്റ് ചെയ്തു. ഭയം എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല, നമ്മളെ തോന്നലുകളാണ്. ഭയം എന്ന് പറഞ്ഞ സംഭവം ഇല്ല, തോന്നലുകളാണ്. ഉത്സവത്തിന് ആന ഓടിയപ്പോ ഞാൻ പേടിച്ചിട്ടോടി. അത് അപ്പൊ ഭയത്തെ കണ്ട് അല്ലെ? ആന ഓടിയപ്പോ ഞാൻ പേടിച്ചിട്ട് ഓടി അല്ലെ? ഒരു പാമ്പിനെ കണ്ടപ്പം പാമ്പുകൾ പേടിപ്പിച്ചോ? ഇല്ല. പേടിച്ചു. ഭയം എന്ന് പറയുന്നത് ഫാൾസ് എവിഡൻസ് അപ്പിയറിംഗ് റിയൽ എന്നുള്ളതാണ്. എഫ് എന്ന് പറയുന്നത് ഫാൾസ്, ഇ എന്ന് പറയുന്നത് എവിഡൻസ്, എ എന്ന് പറയുന്നത് അപ്പിയറൻസ്, റിയൽ. ഇല്ലാത്തൊരു കാര്യം ഉണ്ട് എന്ന് തോന്നിക്കുന്നതിനെയാണ് ഭയം എന്ന് പറയുന്നത്. There is no true threat of immediate physical danger, no threats of loss of someone, something dear to us. Actually nothing to their all. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കത് തോന്നും, ഞാൻ ഈ കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് അവളെ നഷ്ടപ്പെടും, അല്ലെങ്കിൽ അവനെ നഷ്ടപ്പെടും. എല്ലാം നമ്മൾ ചെയ്യുന്നത് മറ്റൊരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. ഇപ്പൊ ലൈഫിൽ നമുക്ക് ലോ ഓഫ് അട്രാക്ഷനായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ പാസ്റ്റിനെ പാസ്റ്റായിട്ട് കാണാൻ പഠിക്കാനും ഹാപ്പിനെസ് വരണമെങ്കിൽ. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ
എനിക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു, ഹിസ് നെയിം ഇസ് മജീദ്. അദ്ദേഹം പറയായിരുന്നു സേഫ്, എന്തോ ഒരു സംശയം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ എൻ്റെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സേഫ്, പോയ ബസ്സിന് കൈ കാണിക്കരുത്, വരാനുള്ള ബസ്സിന് വേണ്ടി പ്രിപ്പയർ ആകും. ഒരു എക്സാമിനേഷന്റെ സമയത്തിൽ അദ്ദേഹം എനിക്ക് തന്നൊരു അഡ്വൈസ് ആയിരുന്നു. The most valuable advice I heard from my teacher. പോയ ബസ്സിന് കൈ കാണിക്കരുത്. That's gone. അത് പോയി. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, another bus will come. മറ്റൊരു ബസ് വരാനുണ്ട്. Prepare for that. ഫിയർ എന്ന് പറയുന്നത് ഫാൾസ് എവിഡൻസ് അപ്പിയറിംഗ് റിയൽ എന്നാണെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിനെ ഓവർകം ചെയ്യാത്ത ഒരാൾക്ക് പ്രസന്റിൽ ജീവിക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു ബിസിനസ് ചെയ്തപ്പം പ്രകാശ സാറ് എൻ്റെ പാർട്ണറായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പം പ്രകാശ സാറും ഞാനും ആ പാർട്ണർഷിപ്പ് പിരിഞ്ഞു. പിന്നെ ഞാനിനി ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുമോ? പിന്നെ ഞാൻ പാർട്ണർഷിപ്പ് ബിസിനസ് ഞാൻ അല്ലെങ്കിൽ പ്രകാശ് സാർ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുമോ? വേറെ ബിസിനസ് കൂട്ടുമ്പോൾ അയാളെ പാർട്ണർഷിപ്പ് കൂട്ടുമോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? ഞാനൊരു ബിസിനസ് ചെയ്തു, ഞാനും പ്രകാശ് സാറും വലിയ ആഗ്രഹത്തിൽ തുടങ്ങിയിട്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ തുടങ്ങിയ പോലല്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിരിയേണ്ടി വന്നു. അടുത്തൊരു ബിസിനസ് ഞാൻ പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യും. ദിവ്യ പറയുന്നല്ലോ, വാട്ട് അബൌട്ട് യുവർ ആൻസർ? ഭയം ഉണ്ടാവും. നോ. നോ. എന്തുകൊണ്ടാണ് നമുക്ക് ആൻസർ നോ എന്ന്? ഞാൻ പ്രകാശ് സാറും ഒരു ബിസിനസ് ചെയ്ത് പിരിഞ്ഞു. ദാറ്റ്സ് എ പാസ്റ്റ്. അത് പാസ്റ്റ് സംഭവിച്ചൊരു കാര്യമാണ്. നമ്മൾ ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ നമുക്ക് അതിനെ ഇനിയൊരു പാർട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് നമുക്ക് കൈയെടുത്ത് വെക്കാൻ നമുക്ക് തോന്നില്ല. കാരണം പാസ്റ്റിൽ ഉണ്ടായിരിക്കുന്ന ട്രോമ അവിടെ കിടക്കുന്നുണ്ട്. ഇനി എനിക്ക് പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്തൂടെ? എൻ്റെ ഒരു വിവാഹം അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഒരു വിവാഹം ഡിവോഴ്സിലായി, പിന്നെ അയാൾക്ക് വേറെ ഇനായിട്ട് എന്ത് ചെയ്തൂടെ? ജീവിച്ചൂടെ? ഒരു നല്ല ലൈഫ് പിന്നെ സ്റ്റാർട്ട് ചെയ്തൂടെ? യെസ് ഓർ നോ? ചെയ്യാം. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഇനി വരുന്ന ആളും എന്നെ ചീറ്റ് ചെയ്താലോ അല്ലെങ്കിൽ അതേപോലെ എന്റെ ബിസിനസ്സിൽ പാർട്ണർഷിപ്പ് വന്നു കഴിഞ്ഞാൽ ശരിയാകൂല എന്നുള്ള മൈൻഡ് സെറ്റ് നമ്മളിലേക്ക് വരും. ഇറ്റ്സ് കോൾഡ് ഫിയർ. നിങ്ങൾക്ക് ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടാൻ പറയുമ്പോൾ താഴേക്ക് ചാടാൻ പറ്റാത്തതിനല്ല ഫിയർ എന്ന് പറയാം. അതിന് ഇന്റലിജൻസ് എന്താ പറയാ? നിങ്ങളുടെ ആഗ്രഹങ്ങളില്ലേ, നിങ്ങളുടെ തീരുമാനങ്ങളില്ലേ, അത് നടപ്പിലാക്കാൻ സ്റ്റെപ്പ് എടുക്കാത്തതാണ് ഫിയർ. അയ്യോ ഞാൻ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പൊ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല, അത് എനിക്ക് അതിന് മാത്രം എഡ്യൂക്കേഷൻ. Is that clear what I mentioned? Is that clear? ഫിയർ എന്ന് പറയുന്നത് ഇതിനെയാണ് ഫിയർ എന്ന് പറയുന്നത്. ഈ ഫിയറിനെ ഓവർകം ചെയ്യണമെങ്കിൽ നമ്മളെ പാസ്റ്റിൽ ഉണ്ടായിരിക്കുന്ന ഇത്തരം എക്സ്പീരിയൻസുകളെ ഓവർകം ചെയ്യണമെങ്കിൽ there is a method. There is a therapy method. ഒരുപാട് മെത്തേഡുകളുണ്ട്. ഒരൊറ്റ സിമ്പിൾ മെത്തേഡ് മാത്രം ഞാൻ പറയാം. നിങ്ങൾക്ക് പാസ്റ്റിൽ ഉണ്ടായിരിക്കുന്ന ഒരു ട്രോമ, എന്ത് ട്രോമയാണ്? ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാണ്, ഞാനും ഒരാളെ ബിസിനസ് ചെയ്തിട്ട് അത് ഇതായതാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. നിങ്ങൾ എന്ത് ചെയ്യാം? ആ ഒരു കണ്ണിങ്ങനെ അടക്കുക. കണ്ണടച്ചതിന് ശേഷം നിങ്ങളെ പേടിപ്പെടുത്തുന്ന കാര്യം, ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കുന്നത്, ഞാനും ആ കാര്യം പറയുന്ന വേണ്ട, നിങ്ങൾ മൈൻഡിലേക്ക് കൊണ്ടുവരാം. ആ പിരിഞ്ഞിരിക്കുന്ന ഒരു സംഭവം, ഞാൻ അങ്ങനെ എൻ്റെ ഒരു പാർട്ണർഷിപ്പ് പിരിഞ്ഞിരിക്കുന്ന ഒരു സംഭവം എൻ്റെ മൈൻഡിലേക്ക് കൊണ്ടുവന്നു. എൻ്റെ മൈൻഡിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അതിൽ എനിക്ക് ഏറ്റവും വിഷമം പിടിച്ചൊരു ഒരു ഏരിയ ഉണ്ടാവും. ആ ഒരു കോൺവെർസേഷൻ വരുമ്പോൾ ഓക്കെ നമുക്ക് പിരിയാം, നമ്മളിങ്ങനെ പിരിയാം എന്നൊക്കെ പറയുന്നില്ല. ആ ഒരു കറക്റ്റ് എനിക്ക് ഏറ്റവും വിഷമം ഉണ്ടായിരിക്കുന്ന ആ സന്ദർഭത്തിലേക്ക് ഞാൻ വരിക, അല്ലെങ്കിൽ നിങ്ങൾ വരിക. അത് വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക?
ആ ഒരു സന്ദർഭത്തിനെ ഒരു പിക്ചറാക്കി മാറ്റുക. ആ പിരിയുന്ന എനിക്ക് ഏറ്റവും വിഷമം ഉണ്ടായിരിക്കുന്ന സന്ദർഭത്തിന് പിക്ചറാക്കി മാറ്റുക. ആ പിക്ചർ ഒരു ബോർഡിൽ നിങ്ങൾ കാണുക, ഒരു ബ്ലാക്ക് ബോർഡിൽ നിങ്ങൾ കാണുക. ആ ബ്ലാക്ക് ബോർഡിൽ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല വിഷമം ഉണ്ടെങ്കിൽ ഒരു ചോക്ക് എടുക്കുക. എന്നിട്ട് ആ ചോക്ക് കൊണ്ട് ആ പിക്ചർ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ മുകളിൽ കൂടെ മായ്ക്കുക. അതിങ്ങനെ മായ്ക്കുക. ഇതിങ്ങനെ ചോക്ക് കൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യുക, ഇങ്ങനെ നമ്മളിങ്ങനെ മായ്ക്കുക. ചോക്ക് കൊണ്ട് ഇങ്ങനെ മായ്ച്ചോളൂ. നിങ്ങൾക്ക് വിഷമം ഉണ്ടായിരിക്കുന്ന ആ സംഭവം ചോക്ക് കൊണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മായ്ച്ചുകൊണ്ടിരിക്കുക. മായ്ച്ചുകൊണ്ടേയിരിക്കുക. മായ്ക്കുക എന്ന് പറഞ്ഞത് ഇറേസർ ഉപയോഗിക്കുക. ആ ഒരു പിക്ചറിന്റെ മുകളിൽ നമ്മൾ ഒരു ഫോട്ടോ കൂടെ കൊടുക്കുകയാണ്. ചോക്ക് കൊണ്ട് ഇങ്ങനെ വരഞ്ഞ് 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 ആ പിക്ചർ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നു. അപ്പൊ ആ വരങ്ങൾ ഇങ്ങനെ വരയുന്നതനുസരിച്ച് നമ്മളെ ഇമോഷൻസ് ഇങ്ങനെ കുറഞ്ഞു വരുന്ന നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഒരു തവണ വരുന്നു, നമ്മളെ ഇമോഷൻസ് എത്ര കുറഞ്ഞു നോക്കുക. ഞാൻ അനലൈസ് ചെയ്ത് നോക്കി, എനിക്ക് അത്ര ഇമോഷൻസ് ഉണ്ട്, അപ്പൊ എനിക്ക് അത്ര ഇമോഷൻസ് ഉണ്ട്. ഒരു തവണ കൂടെ ഞാൻ വരയുന്നു, അഗെയിൻ ഞാൻ വരയുന്നു. ആ ഇമോഷൻസ് തീരോട് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, വരഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഡസ്റ്റർ എടുക്കുക. ഒരു ഡസ്റ്റർ എടുത്തിട്ട് പതുക്കെ അത് ഇറേസ് ചെയ്യുക. നിങ്ങൾ മായ്ച്ച് കളയണം. മായ്ച്ച് ഇങ്ങനെ കളയുമ്പോൾ നിങ്ങൾക്ക് ഇമോഷൻസ് ഇങ്ങനെ പോകുന്നത് അറിയാൻ പറ്റും. ഇപ്പൊ ബോർഡ് എന്ന് പറയുന്നത് ബ്ലാക്ക് ബോർഡ് ആയിരിക്കുകയാണ്, വളരെ പ്യുവർ ബ്ലാക്ക് ബോർഡാണ്. അവിടെ നിങ്ങൾ എഴുതുകയാണ്. ഇനി എഴുതുകയാണ്. ഞാൻ എഴുതുന്നത് പാർട്ണർഷിപ്പായിട്ടാണ്. എന്നിലേക്ക് ഏറ്റവും നല്ല ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പാർട്ണർ, ഒരു ബിസിനസ് പാർട്ണർ ഒന്നു ചേർന്ന് കൊണ്ടേയിരിക്കുന്നു. അയാളും ഞാനും തമ്മിൽ വർഷങ്ങളോളം ജീവിതാവസാനം വരെ ബിസിനസ്സിൽ ഏർപ്പെടുകയും ഒരുപാട് ലാഭങ്ങൾ ഞങ്ങൾ അതുവഴി സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യും. ഇസ് ദാറ്റ് ക്ലിയർ? ഇത് വളരെ ചെറിയൊരു എക്സസൈസ് ആണ്. ഇത് ഞാൻ നിങ്ങളെ ചെയ്യിച്ചിട്ടില്ല, നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരുന്നുള്ളൂ. നിങ്ങൾക്ക് ഇത് സിമ്പിൾ ആയിട്ട് മറ്റൊരു വ്യക്തിയുടെ സഹായം ഇല്ലാതെ തന്നെ ചെയ്തു വെക്കാൻ പറ്റും. ആരെങ്കിലും ഇപ്പൊ ചെയ്തു നോക്കിയോ? ഞാൻ പറഞ്ഞ സമയത്ത് സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ചെയ്തു നോക്കിയ ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. ചെയ്തിരുന്നു സാർ. ചെയ്തു. വാട്ട്സ് യുവർ എക്സ്പീരിയൻസ്? ശരിക്കും അത് മാഞ്ഞു പോയ പോലെയാണ് തോന്നിയത്. നിങ്ങൾക്ക് എത്ര ഹാർഡ് ആണെങ്കിലും അതിങ്ങനെ പ്രാക്ടീസ് ഒരു തവണ ചെയ്തപ്പോൾ മാറിയില്ല. ഡു അഗെയിൻ, ഡു അഗെയിൻ, ഡു അഗെയിൻ. എന്ത് സംഭവത്തിനെയും കൊണ്ടുവരും. അതിന്റെ കാഠിന്യം കുറയും സാർ, കാഠിന്യം കുറയും. Past is past. Past is past. Forget about the past. ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ പാസ്റ്റിൽ നിങ്ങൾ ഈ പാസ്റ്റിന്റെ പ്രോമയിൽ നിങ്ങൾ തറക്കപ്പെട്ടിരിക്കുകയാണെങ്കിൽ, ഒരു EMI തെറ്റിയതിനോ ഒരു CC ചെയ്തതിനോ നിങ്ങൾ ബുദ്ധിമുട്ടായിരിക്കുകയാണെങ്കിൽ, ഒരു തവണ ബാങ്ക് ലോൺ തെറ്റി നിങ്ങൾ ബുദ്ധിമുട്ടായിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പണത്തിന് അട്രാക്ട് ചെയ്യാൻ സാധിക്കില്ല. സോ ആസ്ക് യുവർസെൽഫ്. നമ്മളെപ്പോഴും ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, so what? So what? When you face a challenge, so what? ഞാൻ ഉദ്ദേശിച്ച സംഭവം, എൻ്റെ സമ്പത്തുകളെല്ലാം ജപ്തി ചെയ്തു പോവാണ്. എൻ്റെ സമ്പത്ത് ജപ്തി ചെയ്തു പോകില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ വരെ അയാൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ ആയിട്ട് ചോദിക്കുന്നത് സോ വാട്ട്? എല്ലാം നഷ്ടപ്പെട്ട ആളെന്താ ചെയ്യാം? എല്ലാം നഷ്ടപ്പെട്ട ആളെന്താ ചെയ്യാം? എന്താ ചെയ്യാ പ്രകാശ് സാർ? അയാളുടെ കയ്യിലുള്ള സമ്പത്തും കാര്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു. ഈ ലോസ്റ്റ് എവരിതിങ്. വാട്ട് യു ഡു? യു ഹാവ് ടു ഓപ്ഷൻസ്. എന്താണ്? യു ഹാവ് ടു ഓപ്ഷൻസ്. ഉണ്ടാക്കാൻ ശ്രമിക്കുക. മറ്റൊരു ഓപ്ഷൻ എന്താ? He can commit suicide. He can recreate everything from the zero. ഫെഡറേഷന് പറയുന്നത് ഒരാൾക്ക് സമ്പത്തുണ്ടായി, സമ്പത്തില്ലാത്ത ഒരാളാണ്. എങ്ങനെ സമ്പത്ത് നഷ്ടപ്പെടുന്നത്? സമ്പത്തില്ലാത്ത ഒരാളാണ്. സമ്പത്തില്ലാത്ത ഒരാളുടെ ആഗ്രഹം എന്താ? എനിക്ക് സമ്പത്തുണ്ടാക്കണം, സമ്പത്തുണ്ടാക്കണം, സമ്പത്തുണ്ടാക്കണം. അയാൾക്ക് സമ്പത്തുണ്ടായി. സമ്പത്തുണ്ടായി പിന്നെ അയാൾക്ക് ഡൗട്ടായി, അയ്യോ ഇനി ഞാനിത് അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ നഷ്ടപ്പെടും, മറ്റേ ആൾക്ക് കൊടുത്ത് ഞാൻ നഷ്ടപ്പെടും, അവിടുന്ന് അദ്ദേഹത്തിന് നഷ്ടപ്പെടും. വീണ്ടും സമ്പത്തില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു. അയാൾ വീണ്ടും സമ്പത്ത് ഉണ്ടാക്കാൻ തുടങ്ങും. പിന്നെ അയാൾക്ക് നഷ്ടപ്പെടാൻ ചാൻസ് കുറവ്. കാരണം അയാൾക്ക് അതിന്റെ ആ ഫീലിങ്സ് മനസ്സിലായി. നിങ്ങളുടെ ചിന്തകളാണ് എന്ത് ചെയ്യുക, നിങ്ങൾ അതിലേക്ക് എത്തിക്കാന്നുള്ളത്. സോ ലൈഫിൽ എന്ത് ചലഞ്ചസ് വരികയാണെങ്കിൽ നമുക്ക് സോ വാട്ട്, ആ ഒരു ഫീൽഡിലേക്ക് നമുക്ക് വരാൻ പറ്റുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ എന്തുണ്ടാവും, ഗ്രോത്ത് ഉണ്ടാവും. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ ഈ ഫിയറിന്റെ ഒക്കെ ഓപ്പോസിറ്റ് ബാക്കിയുള്ളതിനൊക്കെ നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ടാവും.
അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് എന്ന് പറയുന്നത് ഹാപ്പിനെസ്. നിങ്ങൾ ഹാപ്പി ആയിരിക്കുക എന്നുള്ളതാണ് നിങ്ങളിലേക്ക് നല്ല കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാൻ സീക്രട്ട് ബുക്കിൽ പറയുന്ന ഏറ്റവും, അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷന്റെ ഏത് ബുക്കുകൾ വായിക്കുകയാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ടൂളുകൾ. എന്താണ് നിങ്ങൾക്ക് ഹാപ്പി ആകാൻ പറ്റിയത്? യു ക്യാൻ ഹാവ് ഓൾ ഓഫ് തിങ്സ് യു എവർ വാണ്ടഡ് ഇൻ ദ വേൾഡ് ആൻഡ് വിത്തൗട്ട് ഹാപ്പിനെസ് ദേ വിൽ മീൻ നത്തിങ്. ലോകത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കുണ്ട്. ഹാപ്പിനെസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്നുമില്ലാതെ തന്നെയാണ്. If you have all of things you ever wanted in the world, ഈ ലോകത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച എല്ലാം നിങ്ങൾക്ക്, നിങ്ങൾ ആഗ്രഹിച്ച അത്ര സമ്പത്തുണ്ട്, നിങ്ങൾ ആഗ്രഹിച്ച കാറുകളുണ്ട്, നിങ്ങൾ ആഗ്രഹിച്ച വാഹനങ്ങളുണ്ട്, നിങ്ങൾ ആഗ്രഹിച്ച പാർട്ട്നേഴ്സ് ഉണ്ട്, നിങ്ങൾ ആഗ്രഹിച്ച അത്ര ആരോഗ്യമുണ്ട്. എവറിഥിങ് യു ഹാവ്, ബട്ട് വിത്തൗട്ട് ഹാപ്പിനെസ് that will mean nothing to you. Success എന്ന് പറയുന്നതിന് നമുക്ക് എന്താണ് പറയാൻ പറ്റുക? Success is a fulfillment എന്ന് പറയുന്നത്. It's an happiness. This is why attracting happiness should come first on your list of powerful way to use the law of attraction. അതുകൊണ്ട് തന്നെ ലോ ഓഫ് അട്രാക്ഷൻ എടുക്കുന്നത് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ കൊടുക്കേണ്ട സമയത്ത് സമ്പത്തിനെക്കാട്ടും ബാക്കിയുള്ള കാര്യങ്ങളെക്കാട്ടും ഒക്കെ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ഹാപ്പിനെസ്സിനാണ്. കുറെ ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള കാറ്, വീട്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാണ്. യു ആർ റോങ്. ഈ കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് എന്ന് പറയുന്നത് വളരെ ഭംഗിയായിരിക്കും, വളരെ ഭംഗിയായിരിക്കും. യു മസ്റ്റ് ബിക്കം ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് മാൻ ഓർ ഹാപ്പിയസ്റ്റ് വുമൺ. നിങ്ങൾക്ക് പറയാൻ പറ്റണം, യെസ്, സേഫ്, ഐ ആം ദ ഹാപ്പിയസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്. ഞാനാകുന്ന ഏറ്റവും ഇന്ന് ലോകത്തിൽ ഏറ്റവും സന്തോഷകരമായ വ്യക്തി. കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ബ്ലെസ്ഡാണ്. ആ സിറ്റുവേഷൻ പോട്ടെ, എൻ്റെ ലൈഫിലെ, നിങ്ങളുടെ ലൈഫിലെ അനുഗ്രഹങ്ങളെയും നിങ്ങളുടെ ലൈഫിലെ ചലഞ്ചസിനെയും കമ്പയർ ചെയ്യുമ്പോൾ എത്ര പെർസെൻറ്റേജ് നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ട്, എത്ര പെർസെൻറ്റേജ് നിങ്ങൾക്ക് ചലഞ്ചസ് ഉണ്ട്? 100 ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്തേ. നിങ്ങളുടെ ലൈഫിലെ ചലഞ്ചസുകൾ എടുക്കുക, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എടുക്കുക. എത്ര പ്രയാസങ്ങൾ നിങ്ങൾക്ക് 100 കൊടുക്കുകയാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആണ് നിങ്ങളുടെ ലൈഫിലെ ചലഞ്ചസ്, എത്ര പെർസെൻറ്റേജ് ആണ് നിങ്ങളുടെ ലൈഫിലെ ബ്ലെസ്സിങ്സ്? 30% ചലഞ്ചസ് വരുന്നുള്ളൂ. 30%. ചാറ്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യാം, ചാറ്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. എത്ര പെർസെൻറ്റേജ് ഓരോ ആളുകൾ നിങ്ങൾ മനസ്സിലാക്കുന്ന പ്രകാരം എത്ര പെർസെൻറ്റേജ് ആണ് നിങ്ങളുടെ ലൈഫിൽ ചലഞ്ചസ് ഉള്ളത്, പ്രോബ്ലംസ് ഉള്ളത്, പ്രശ്നങ്ങളുള്ളത്, പ്രയാസങ്ങളുള്ളത്, ബുദ്ധിമുട്ടുകളുള്ളത്? എത്ര നിങ്ങൾക്ക് അനുഗ്രഹങ്ങളുണ്ട്? ജസ്റ്റ് ടൈപ്പ് ഇൻ ചാറ്റ് ബോക്സ്. എന്താണ് 95% എന്താണ് ഷൈനി? പ്രശ്നങ്ങളാണോ? 95% പ്രശ്നങ്ങളാണോ? ഈ 20 ഒക്കെ ടൈപ്പ് ചെയ്യുന്നത് എന്താണ്? പ്രശ്നങ്ങളാണോ അനുഗ്രഹങ്ങളാണോ? നിങ്ങൾ പറയാം. 10% പ്രോബ്ലം. ബീന മാം പറഞ്ഞു, ഷാമിനി മാം പറഞ്ഞ 20%, ഷൈനി 95% എന്ന് പറഞ്ഞിട്ട് ഐ ഡോ നോ. 20% പ്രോബ്ലം, 95% പ്രോബ്ലം, 95% ഹാപ്പിനെസ്. നിങ്ങളുടെ ലൈഫിലൊക്കെ 95% ഹാപ്പിനെസ് ആണുള്ളത്. 5% നിങ്ങളുടെ പ്രോബ്ലംസ് ഉണ്ടാവും. 5%. എന്താ നിങ്ങളുടെ പ്രോബ്ലംസ് ഉള്ളത്? നിങ്ങൾക്ക് ആരോഗ്യമില്ലേ? നിങ്ങൾക്ക് അറിവുകളില്ലേ? ബാക്കിയില്ല. എന്താ പ്രോബ്ലംസ് ഉള്ളത്? പൈസ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്. ചെറിയ ചെറിയ പ്രോബ്ലംസ്. നമ്മൾ കരുതുന്ന എന്താണ്? എൻ്റെ ലൈഫിൽ 95% പ്രോബ്ലംസ് ആണെന്നാണ് അയാൾ ചിന്തിക്കുന്നത്. അവിടെയാണ് പ്രശ്നം. 5% എത്ര വലിയ പ്രോബ്ലംസ് ആയിക്കോട്ടെ. ഒരിക്കല് ഡോക്ടർ ജോ വിറ്റാലയുടെ അടുത്ത് ഒരു സ്ത്രീയും ഒരു പുരുഷനും വന്നു. അവർ പറഞ്ഞു, നിങ്ങൾ വലിയ ടെൻഷനിലാണ്. വി ആർ ഫേസിങ് എ ബിഗ് ചലഞ്ചസ് ഇൻ അവർ ലൈഫ്. വി ഹാവ് ഇൻ എ സിറ്റുവേഷൻസ്. മിസ്റ്റർ ജോ വിറ്റാല ആസ്ക്ഡ് ദം, വാട്ട്സ് യുവർ പ്രോബ്ലം? നിങ്ങളുടെ വീട് ജപ്തി ചെയ്യാൻ പോവാം, ബാങ്ക്രപ്റ്റഡ് ആയി. വി ഹാവ് നോ അതർ ഓപ്ഷൻസ്. നിങ്ങൾക്കൊരു ഓപ്ഷൻസ് ഇല്ല. അപ്പൊ ജോ വിറ്റാല ചോദിച്ചു, വീട് ജപ്തി ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? എന്ത് സംഭവിക്കും? അപ്പോഴാണ് ആ ഒരു ദമ്പതിമാർ ആദ്യമായിട്ട് അതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. വീട് ജപ്തി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾ വീണ്ടും ജീവിക്കും. അപ്പൊ അവർ ചോദിച്ചു, എവിടെ ജീവിക്കും?
ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു വീട് ജപ്തിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു വീടിന് റെന്റിന് എടുക്കും. എവിടെ? ഞങ്ങൾ ഓഫീസിന്റെ അടുത്ത് റെന്റിന് എടുക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ഉപകാരം? അയ്യോ അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ലാഭമാണ്. എന്താണ് ലാഭം? ഇപ്പൊ ഞങ്ങൾ 15-20 കിലോമീറ്റർ ഒന്ന് റൺ ചെയ്ത് ഇങ്ങോട്ട് വരണം. അവിടെ ഞങ്ങൾ താമസിക്കാൻ ഞങ്ങൾക്ക് ഇത്ര വലിയ ബുദ്ധിമുട്ടില്ല. കുറച്ചും കൂടെ നല്ല സിറ്റിയാണ്. മക്കൾ അവിടെ നല്ല സ്കൂൾ പഠിപ്പിക്കാൻ പറ്റും. ഒരു 5 മിനിറ്റിന് ശേഷം ആ കാര്യം നോക്കുമ്പോൾ അത് അനുഗ്രഹമായിട്ട് മാറും. എന്നിട്ട് അദ്ദേഹം ആ ഒരു പുസ്തകത്തിലുള്ള കുറച്ച് കഴിയുമ്പോൾ പറയാണ്, നമ്മുടെ ലൈഫിൽ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ പിന്നെ പേജ്, നിങ്ങളെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഫേസ്ബുക്ക് പേജിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഹാബിറ്റ് അക്കാഡമിയുടെ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ടാവും, സേഫ് വളർത്തുന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിലൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് ഒരു പ്രോബ്ലം നിങ്ങൾക്ക് പ്രോബ്ലമായിട്ട് മാറുന്നതിന് പ്രോബ്ലമായിട്ട് കാണുകയാണ്. മറ്റേ പപ്പു പറഞ്ഞതുപോലെ എന്താണ്, താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കണോ, ഞാൻ പറയാൻ താൻ ആരാണെന്ന് തോന്നില്ലേ എന്നത് പറഞ്ഞ പോലെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് പ്രോബ്ലമായിട്ട് ഫീൽ ചെയ്യുന്നത് അതിനെ പ്രോബ്ലമായിട്ട് കാണണം. അതിനെ പ്രോബ്ലമായിട്ട് കണ്ടിട്ടില്ലെങ്കിൽ അത് പ്രോബ്ലമായിട്ട് ഫീൽ ചെയ്യില്ല. What will happen? So what? Ask yourself. അത് പോയി, അതിനെന്താ? ഗീതാവചനല്ലേ, നഷ്ടപ്പെട്ടതോർത്ത് നീ എന്തിനു ദുഃഖിക്കുന്നു? നഷ്ടപ്പെട്ടത് വല്ലതും നീ കൊണ്ടുവന്നതാണോ? അല്ലെ, നഷ്ടപ്പെട്ടതോർത്ത് നീ എന്തിനു ദുഃഖിക്കുന്നു? നഷ്ടപ്പെട്ടത് വല്ലതും നീ കൊണ്ടുവന്നതാണോ? ഗീതയിൽ പറയുന്നുണ്ട്, ഖുർആനിൽ പറയുന്നുണ്ട്. ഒരു വിശ്വാസി 2 കാര്യങ്ങൾ ഉണ്ടാവില്ല. ടെൻഷൻ ഉണ്ടാവില്ല, ആൻസൈറ്റി ഉണ്ടാവില്ല. കാരണം എന്താ? ടെൻഷൻ ഇറ്റ്സ് ഓൾ അബൌട്ട് ലോസിങ്, നഷ്ടത്തിനെ കുറിച്ചിട്ടാണ്. ആൻസൈറ്റി ഇറ്റ്സ് ഓൾ അബൌട്ട് ഫ്യൂച്ചർ, വരാനുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. എൻ്റെ മക്കളെ ഞാനങ്ങനെ വളർത്തും, ഞാൻ എന്ത് ചെയ്യും? ഒരു വിശ്വാസികളെ ജീവിക്കുക, അയാൾ തവക്കൽ ചെയ്യുന്നവർക്ക് എന്ന് പറഞ്ഞാൽ അയാൾ പൂർണ്ണ വിശ്വാസിയായിരിക്കും. ഓ അതവിടെ നിൽക്കട്ടെ, അയാൾ ചെയ്യാനുള്ള കർമ്മങ്ങൾ എന്ത് ചെയ്യും? ചെയ്തുകൊണ്ടിരിക്കും. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, മുട്ടുകയും തുറക്കപ്പെടും. ബൈബിളിൽ വളരെ മനോഹരമായിട്ട് പറഞ്ഞാൽ മുട്ടുകയും എന്ത് ചെയ്യും? തുറക്കപ്പെടും. ആസ്ക്, ബിലീവ്, റിസീവ്, ബൈബിളിന്റെ പറഞ്ഞിട്ടുള്ള സംഭവം അതാണ്. ആസ്ക്, ബിലീവ്, റിസീവ്. ചോദിക്കുക, വിശ്വസിക്കുക, കിട്ടും. അവിടെ നിങ്ങൾക്ക് എന്തിനു പറ്റണം? നിങ്ങൾക്ക് പ്രസന്റിൽ ജീവിക്കാൻ പറ്റും. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ ഈ പറഞ്ഞ കാര്യമാണ്, ഹാപ്പിനെസ്സിനെ അട്രാക്ട് ചെയ്യുക. എങ്ങനെയാണ് ഹാപ്പിനെസ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുക? ദിസ് ഈസ് വൈ അട്രാക്ടിങ് ഹാപ്പിനെസ് ഷുഡ് കം ഫസ്റ്റ് ഓൺ യുവർ ലിസ്റ്റ് ഓഫ് പവർഫുൾ വേ ടു യൂസ് ദ ലോ ഓഫ് അട്രാക്ഷൻ. വാട്ട് ടു ഡു, എന്താ ചെയ്യാൻ പറ്റും? എങ്ങനെയാണ് ഹാപ്പിനെസ്സിനെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും? Act as if you are happy by putting a smile on your face. എന്ത് പ്രോബ്ലംസ് വരികയാണെങ്കിലും സ്മൈൽ. ഒരു പ്രോബ്ലംസ് വന്നു, ഒരു ചലഞ്ചസ് വന്നു, നിങ്ങൾ കടന്നു പോകേണ്ടാത്ത ഒരു പ്രശ്നത്തിലൂടെ നിങ്ങൾ കടന്നു പോകാൻ പറ്റും. നിങ്ങൾ കടന്നു പോകേണ്ട പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുള്ളൂ. എല്ലാ മതങ്ങളും പറയുന്നുണ്ട്, ഖുർആനിലെ തന്നെ പറയുന്നുണ്ട്, തബാറക്ക എന്ന് പറയുന്ന സൂറത്തിൽ പറയുന്നുണ്ട്, ഒരു ആത്മാവിന് താങ്ങാൻ പറ്റുന്ന അത്ര സങ്കടങ്ങളെ അയാൾക്ക് ഞാൻ കൊടുക്കുകയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളും വരുന്നുണ്ട്, നിങ്ങൾ പവർഫുൾ പേഴ്സൺ ആണ്, നിങ്ങൾക്കത് താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഈ അടുത്തിടെ ഒരു അമ്മ പറയുന്നത് ഞാൻ കേട്ടു. അമ്മ പറഞ്ഞത് അവർക്ക് ഓട്ടിസം ബാധിച്ചൊരു കുട്ടിയുണ്ട്. അപ്പൊ അമ്മ പറഞ്ഞത് ഓട്ടിസം ഉള്ള കുട്ടികൾ എല്ലാവർക്കും ദൈവം കൊടുക്കില്ല. ഓട്ടിസം ഉള്ള കുട്ടികളെ കൊടുക്കുന്നത് അത്രയും പവർഫുൾ ആയിട്ടുള്ള മദേഴ്സിനാണ്. ഇറ്റ്സ് റിയലി അവരുടെ ആ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് എനിക്ക് വലിയൊരു ഒരു എന്താ പറയാ, ആ ഒരു സ്ത്രീയോട് അത് പറയുന്നത് കേട്ടപ്പോൾ ഒരു ഹെവി റെസ്പെക്ട് ഫീൽ ചെയ്തു. I'm not a ordinary mother. I'm an extraordinary mother. അവരതിനെന്ത് ചെയ്തു? പോസിറ്റീവായിട്ട് എടുത്തു. I'm not an ordinary mother. I'm an extraordinary mother. That's why the God gave me like this child. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചലഞ്ചസ് വരികയാണെങ്കിൽ you are not a normal person. You are not an extraordinary person. ബട്ട് നിങ്ങൾക്ക് അത് അറിയണം എങ്ങനെയാണ് ഫേസ് ചെയ്യാം. അപ്പൊ അതിനെന്താ ചെയ്യാം? ആക്ട് ആസ് ഇഫ് യു ആർ ഹാപ്പി. നമ്മൾ ഹാപ്പി ആണ്, നമ്മൾ ആക്ട് ചെയ്യാം. എങ്ങനെ? ചിരിക്കുക. സിമ്പിൾ. ഞാൻ ഈ അടുത്തിടെ ഒരു സ്റ്റാറ്റസ് ഇട്ടു, ആർക്കെങ്കിലും സന്തോഷമാണെന്നതായിരുന്നു. ഡു യു വാണ്ട് ടു ബിക്കം ഹാപ്പി? അപ്പൊ എനിക്ക് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചു, യെസ് ഐ നീഡ് ഇറ്റ്. അപ്പൊ ഞാൻ കമന്റ് ചെയ്യും, സേ ദിസ്, വാട്ട് ഇസ് ദാറ്റ്? ഐ ആം ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്, ഓർ ഐ ആം ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് വുമൺ ഇൻ ദ വേൾഡ്. ഇതൊരു 10 തവണ പറയാൻ പറഞ്ഞു. എന്തിനാ ചോദിച്ചു? 10 തവണ പറഞ്ഞതിന് ശേഷം വാട്ട്സ് യുവർ ഫീലിംഗ് റൈറ്റ് നൗ? യെസ് റിയലി
ഞാൻ ഹാപ്പിയായി. സോ ദിസ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ ടെക്നിക്. ചിരിക്കുക എന്നിട്ട് പറയാം ഐ ആം ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്. പ്രോബ്ലംസ് വരട്ടെ, പ്രോബ്ലംസിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്, പേടിക്കരുത്. നിങ്ങൾ പേടിക്കുന്ന കാര്യങ്ങൾ ചെയ്യും. പ്രോബ്ലംസ് ഇങ്ങനെ വരുമ്പോൾ കൈ കെട്ടിങ്ങനെ നിൽക്കണം. വാ നമുക്ക് നോക്കാം, നമുക്ക് നോക്കാമോ, ഈ ജയിക്കും ഞാൻ ജയിക്കും, നോക്കണം. ഈ വന്നോ, എത്ര ശക്തി വന്നു, പക്ഷെ എന്നെ തളർത്താൻ നമ്മുടെ നാട്ടിൽ പറയുന്നുണ്ട്, പോയ ഇതല്ല ഇതിലപ്പുറവും കടന്നവനാണ് അറിയില്ല. ഞാൻ ഇതല്ല ഇതിലപ്പുറവും കടന്ന, നീ വാ, നിന്നെക്കാളും വലിയ ആള് വന്നിട്ട് ഞാൻ തളർന്നിട്ടില്ല, പിന്നല്ല നീ വാളാ, നമുക്ക് നോക്കാമെന്ന് പറയുന്ന ആ ഒരു ഗഡ്സ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളെയൊക്കെ ഹാപ്പിനെസ് അട്രാക്ട് ചെയ്യും. ഇനി ഒരു പ്രോബ്ലം വരികയാണ്, അയ്യോ പ്രോബ്ലം വന്നേ, അയ്യോ അമ്മയെ പേടിച്ചാറുണ്ട്, നിങ്ങൾ ഓടാൻ വന്നു കഴിഞ്ഞാലോ, ഇതങ്ങനെ ഓടാം. നിങ്ങളൊന്ന് തിരിഞ്ഞു നിന്ന് നോക്കുക, ഈ അടുത്തിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ കണ്ടിട്ടുണ്ട്. ഒരു മാന തോന്നുന്നു സിംഹം തമ്മിലുള്ള എന്തോ ഒരു ഓട്ടം, അതേപോലെ ഏതോ ഒരു സിംഹത്തിന്റെ അത്ര ശക്തി ഇല്ലാത്തൊരു ജീവി എനിക്ക് ഓർമ്മയുണ്ട്, ചിലപ്പോൾ പല ആളുകളുടെ വീഡിയോ ഉണ്ട്. ഈ ഓടുന്നതിന്റെ ഇടയിൽ ഈ ജീവി പെട്ടെന്ന് തിരിഞ്ഞു നിൽക്കും. അപ്പൊ സിംഹം പേടിച്ചിട്ട് ഓടും, സിംഹം പോയിട്ട് തിരിഞ്ഞോടും. അതാണ് നമ്മൾ പ്രോബ്ലംസിനെ, ചലഞ്ചസിനെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നിട്ടാണ് നിങ്ങൾ ലൈഫിൽ എന്തുണ്ടാവുക, ചേഞ്ചസ് ഉണ്ടാവുക. ദിസ് ടെൽ us the universe that you are accepting happiness and focusing on it. എന്താ നിങ്ങൾ ആ ചിരിക്കുമ്പോൾ പറയുന്നത്, യൂണിവേഴ്സിനോട് പറയുന്നത് എന്താണ്, ഞാൻ ഇതിനെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്, ഇതിലേക്ക്, ഈ സന്തോഷത്തിലേക്ക്. ഇൻ റിട്ടേൺ യു വിൽ ബി റിവാർഡ് വിത്ത് ഹാപ്പിനെസ് അറൌണ്ട് എവറി കോർണർ. അപ്പൊ എന്താ സംഭവിക്കുക, അതിന് പകരമായിട്ട് നിങ്ങളുടെ ചുറ്റുപാടിനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഹാപ്പിനെസ് വരും. ഇഫ് യു ബീങ് ഫീൽ എസ്പെഷ്യലി ഡൗൺ ഫോർ എനി റീസൺ, യൂസ് പോസിറ്റീവ് തിങ്കിങ് ആൻഡ് അഫർമേഷൻ വിൽ ബി എ ഹാപ്പി ലെവൽ ബാക്ക്. എന്തെങ്കിലും സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ വിളിക്കുക, നിങ്ങളൊരു പാട്ട് കേൾക്കുക, അവിടെ നിന്ന് റൺ ചെയ്യുക. A good laugh also send out strong signal they want to attract more happiness. അല്ലെങ്കിൽ അത് ചിരിക്കുക, ഒക്കെ ചിരിക്കുക. This is why you should definitely spend a few minutes a day doing something that make you giggle or even roar with laughter, such as watching funny YouTube videos or comedy films, whatever it is. നിങ്ങൾക്ക് വേണമെങ്കിൽ കോമഡി ഫിലിംസ് കാണാം, ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം, ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനെ വിളിക്കുക, പഴയ കാര്യങ്ങൾ അയവിറക്കുക, ചെയ്യും. ഇന്നലെ എൻ്റെ വീട്ടിൽ ഞാൻ തനിച്ചായിരുന്നു. അപ്പൊ രാവിലെ അങ്ങനെ നോക്കുന്ന സമയത്ത് എന്തോ ഒരു ചെറിയ ഒരു വിഷമം പോലെ സംഭവം. അപ്പൊ എനിക്ക് മനസ്സിലായി, സേഫ് യുവർ ഡേഞ്ചർ മോഡ്, യുവർ മൂഡ് ഈസ് നോട്ട് റൈറ്റ് നൗ. അപ്പൊ ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് വൈഫില്ല, സ്വാഭാവികമായിട്ടും ഒരു വൈഫില്ലാതെ നമ്മളെ വീട് എന്ന് പറയുമ്പോൾ അത്ര വൃത്തിയൊന്നും ഉണ്ടാവില്ല, വൈഫുള്ളത് സംബന്ധിച്ച് അത്ര വൃത്തി ഉണ്ടാവില്ല. അപ്പൊ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ കുറച്ചൊക്കെ സാധനങ്ങൾ ഇങ്ങനെ അടുക്കും ചുറ്റിയിലാക്കി നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാനൊരു 20 minutes, എനിക്കൊരു ക്ലാസ്സിൽ കയറാറുണ്ട് 7:30 സെൻസ് ആയിട്ട്. ഞാൻ നോക്കുമ്പോൾ ഒരു 7 മണിയായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു 15 മിനിറ്റ് കൊണ്ട് അവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഞാൻ ഇങ്ങനെ നോക്കി ആസ്വദിച്ചു. എന്തൊരു ഭംഗിയുള്ള ബെഡ്റൂം, എന്തൊരു ഭംഗിയുള്ള ഡൈനിങ് ഹാള്, എന്തൊരു ഭംഗിയുള്ള കിച്ചൺസ്. അപ്പൊ എന്താണ്, അതൊക്കെ ഒന്ന് ഒടുക്കി വെച്ചപ്പം ഒരു വർക്ക് കംപ്ലീറ്റ് ആയപ്പോൾ എനിക്കൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്തു. സോ എന്തെങ്കിലുമൊക്കെ വർക്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് നോക്കൂ, ഹാപ്പിനെസ് ഫീൽ ചെയ്യും. അവിടെ ആകെ വൃത്തികേടായി കിടക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലീൻ ചെയ്തേക്കണം. കാരണം എന്താ, അല്ലെങ്കിൽ ഇതന്നെ നെഗറ്റിവിറ്റി ആയി എനിക്കൊന്നിനും വയ്യാന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളായിരിക്കും. അപ്പൊ അവിടെ എന്ത് ചെയ്യുക, ഒന്നും കൂടെ സ്ട്രോങ് ആക്കിയിട്ട് അവിടെ നിന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ശരീരത്തിൽ അത്തരം ഹോർമോൺസ് ക്രിയേറ്റ് ചെയ്യും. സോ ഇത്ര സിമ്പിൾ ആണ് കാര്യങ്ങൾ. മൂവിങ് അറൌണ്ട് വിത്ത് ഫ്രണ്ട്സ് വിൽ മാഗ്നിഫൈ ഹാപ്പിനെസ് ഫോർ എവരിവൺ ഇൻവോൾവ് ആസ് വെൽ. ഒരു ഫ്രണ്ട്സിനെ പോയി കാണും, വിളിക്കും, സിമ്പിൾ ആണ്, അവിടെ തന്നെ നിൽക്കരുത്. അപ്പൊ അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഫർമേഷൻസും കൂടെ കൊടുക്കാം. എന്താ അഫർമേഷൻസ്? ഐ ആം ഹാപ്പിയർ വിത്ത് എവരി ഡേ ദാറ്റ് ഗോസ് ബൈ. ഞാൻ പോകുന്ന ഓരോ ദിവസങ്ങളിലും ഞാൻ സന്തോഷവാനാണ്, ഞാൻ കടന്നു പോകുന്നത്. ഐ അഗെയിൻ ഹാപ്പിനെസ് ഇൻ എവരിതിങ് ദാറ്റ് ഡു. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഹാപ്പിയാണ്. മൈ ഫ്രണ്ട്സ്, ഫാമിലി ആൻഡ് ഡെയിലി ആക്ടിവിറ്റീസ് ബ്രിങ് മി ഗ്രേറ്റ് ഹാപ്പിനെസ്. എനിക്ക് എൻ്റെ കുടുംബവും എൻ്റെ സുഹൃത്തുക്കളും ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു സന്തോഷങ്ങൾ കൊണ്ടുവരുന്നു. ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ടു ലിവ് ഇൻ എ വേൾഡ് ഫുൾ ഓഫ് കോൺടേജിയസ് ഹാപ്പിനെസ്. ഇങ്ങനത്തെ സന്തോഷകരമായ ഒരു ജീവിതത്തിൽ ലോകത്തിൽ എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നത് ഞാൻ സന്തോഷമാണ്. ദിസ് ഈസ് ലൈഫ് ഐ ഹാവ് ബ്രിങ് മീ സോ മച്ച് ഹാപ്പിനെസ് ദാറ്റ് ഐ കാൻറ്റ് ഹെൽപ്പ് ബട്ട് സ്മൈൽ. എന്താണ്, ദിസ് ലൈഫ് ഐ ഹാവ് ബ്രിങ്സ് മീ സോ മച്ച് ഹാപ്പിനെസ്. എനിക്ക് ഈ ഒരു ലൈഫ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഹാപ്പിനെസ് കൊണ്ടുവരുന്നവരുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്തേ പറ്റും, മറ്റു സഹായിക്കാൻ പറ്റും, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചിരിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് അതിൻ്റെ ഉള്ള ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് വിഷ്വലൈസേഷൻ ആണ്. 6:24 നമുക്ക് നെക്സ്റ്റ് സെഷനിൽ അതിൻ്റെ മറ്റു മെത്തേഡ് പറയാം.
ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു കാര്യം ചെയ്യും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇസ് ദാറ്റ് ക്ലിയർ? ജസ്റ്റ് ടൈപ്പ് CC ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് റൈറ്റ് നൗ. വി ഹാവ് 6 more minutes maximum. Okay. Thank you, Shaimina, Preena, Divya, Shaini, Shamira, Unikrishnan, Rajpan, all of you. Any doubts or feedback? സാർ എനിക്ക് ഇടയിൽ വെച്ചിട്ട് നെറ്റ് പോയിരുന്നു. audible അല്ലേ സാർ? Good. അത് സാർ പറഞ്ഞു തുടങ്ങിയത് പേടിയാണ് ഒരെണ്ണം. അതായത് സന്തോഷത്തെ ഹാപ്പിനെസ്സിനെ കളയുന്ന ഒന്ന് പേടിയാണ്. അപ്പൊ പേടി കളയാനുള്ള ടെക്നിക്കാണോ ഈ മാച്ച് കളയുന്നത്? യെസ്. നമ്മളെ പാസ്റ്റ് ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഓവർകം ചെയ്യാനും വേണ്ടി ചെയ്യുന്ന തെറാപ്പിയാണ്. ഓക്കെ, നല്ല തെറാപ്പിസ്റ്റിനെ കണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. NLP സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ തെറാപ്പി സ്പെഷ്യലിസ്റ്റ്. പക്ഷെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തന്നെ സ്വയം ചെയ്യാവുന്ന ടെക്നിക്കാണെന്നാണ് ഞാനത് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ സ്വയമായിട്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടെക്നിക്കാണ്. വളരെ സിമ്പിൾ ആണ്. എനിബഡി ക്യാൻ ഡു ദാറ്റ്. എക്സാമിനേഷൻ ആണ് പോയി ഡു ദാറ്റ്. എനിത്തിങ്. സാർ ഞാൻ രാജ്ബാനുവാണ്. ആ. എന്റെ പ്രോബ്ലം എന്താന്ന് വെച്ചാല് ഞാൻ ഒരു 2 വർഷം 3 വർഷം മുമ്പ് ഒരു മോട്ടിവേറ്ററുടെ അടുത്ത് പോയതാണ്. അത് എന്താന്ന് വെച്ചാൽ എന്റെ ജീവിതം തന്നെ താറുമാറായിട്ട് ഞാൻ ഇനി ജീവിക്കില്ല, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്നുള്ള രീതിക്ക് ഞാൻ പോയതാണ്. അതിന്ന് ഇങ്ങനെ ഓരോ സാറ് പറഞ്ഞൊക്കെ തന്ന അങ്ങനെ ആയിട്ട് ഞാന് എല്ലാം ഹാപ്പിയായി ചിന്തിക്കുക. ഇപ്പൊ നെഗറ്റീവ് ഉണ്ടെങ്കിലും അതൊന്നും ചിന്തിക്കാണ്ട് ഹാപ്പി ആയിട്ട് ഞാൻ പോകേണ്ട എല്ലാം ശരിയാണ്. പക്ഷെ എനിക്ക് എന്താന്ന് വെച്ചാല് ഞാൻ ചിന്തിക്കണ പോലെ കാര്യങ്ങള് എനിക്ക് ചെയ്യാൻ പറ്റണില്ല. അതാണ് ഞാൻ എന്തെങ്കിലും ഒന്നിപ്പോ ഞാനൊരു ടൈലറാണ്, ഒന്ന് തയ്ക്കണം എന്ന് വിചാരിക്കും, അത് വൈകിപ്പോവും. എനിക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റണില്ല. അതിന് എന്താ ചെയ്യണ്ടേ? അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ പറയുന്നു. നത്തിങ് മോർ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്താ പറഞ്ഞത്, എന്റെ ലൈഫിലെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിമൂവ് ദ വേർഡ് പ്രോബ്ലം ഫ്രം യുവർ ലൈഫ്. രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞത്, എന്റെ ലൈഫിൽ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. റിമൂവ് ദ വേർഡ് നെഗറ്റീവ് ഫ്രം യുവർ ലൈഫ്. മൂന്നാമത്തെ കാര്യങ്ങൾ എന്താ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, ചെയ്യാൻ പറ്റുന്നില്ല. റിമൂവ് ദാറ്റ്സ് വേർഡ്സ് ഫ്രം യുവർ ലൈഫ്. എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റും. ഈ 3 കാര്യങ്ങൾ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ കാണും. നത്തിങ് മോർ. ഇറ്റ്സ് നോട്ട് എ റോക്കറ്റ് സയൻസ്. ചേഞ്ച് യുവർ തോട്ട്സ്. ചേഞ്ച് യുവർ ദാറ്റ്സ് ഓൾ. നിങ്ങൾ തോട്ട്സ് ചേഞ്ച് ചെയ്യുമ്പോൾ when you change your thoughts, your action will be changed. ഓക്കെ നിങ്ങൾ ആക്ഷൻസ് മാറും. ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, don't use problems, don't use negatives, don't use I am like that. It's an affirmations. നിങ്ങൾ ഓരോ തവണ പറയുമ്പോഴും നിങ്ങളിപ്പോ എന്നോട് പറഞ്ഞപ്പോഴും നിങ്ങൾ നിങ്ങളെ തന്നെ മോശമാക്കിയിട്ട് കാണിക്കുകയാണ്. ഇനി അടുത്ത ആളോട് പോയിട്ട് അടുത്ത മോട്ടിവേഷൻ സ്പീക്കറോടോ കൗൺസിലറോടോ പോയിട്ട് തന്നെ പറയും. അപ്പൊ എന്ത് ചെയ്യും? ദാറ്റ്സ് വിൽ അട്രാക്ട് മൈ. പകരം ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ടെക്നിക്സ് ഉപയോഗിക്കുകയാണ്. ഞാൻ വളരെ നല്ല ടൈലറാണ്, എനിക്ക് ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, ഞാൻ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന കൂടുതൽ പ്രൊഡക്റ്റീവ് ആവുന്ന വ്യക്തിയായി മാറിക്കൊണ്ടിരിക്കും. ഇതെന്നെ എന്താണ് 50 പ്രാവശ്യം പറഞ്ഞത്. യു വിൽ ഗെറ്റ് ദ റിസൾട്ട് ടുഡേ. ഇറ്റ്സ് നോട്ട് എ റോക്കറ്റ് സയൻസ്. കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ പിന്നെ നിങ്ങൾ മെന്റേഴ്സിനെ സെലക്ട് ചെയ്യുക. ഞങ്ങൾ അത്തരം കോഴ്സുകളുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അത്തരം കോഴ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യും. അപ്പൊ നിങ്ങൾ അതൊന്നും കൂടെ ബെനിഫിറ്റ് ആയിരിക്കും. Happy birthday, Sindhu ma'am. All of you, please unmute your mic and say happy birthday. Sindhu ma'am, Thank you. Happy birthday. Happy birthday, Sindhu ma'am. Happy birthday. Sindhu ma'am. Happy birthday. Happy birthday, Sindhu ma'am. Sindhu ma'am, happy birthday. Thank you. Hey, Sindhu ma'am. Happy birthday, ma'am. Thank you. എന്റെ വൈഫിനും കൂടെ വിഷയം. ഓക്കെ, Happy birthday. സാറേ ഒരു കാര്യം പറയട്ടെ. ആ. ഞാനിപ്പോ സാറി ഫിയറിനെ പറ്റി പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത്, അപ്പൊ ഞാൻ
സത്യം പറഞ്ഞാൽ ഈ ബി മാജിക്കിൽ വന്നതിന് ശേഷമാണ് നമുക്ക് ഈ ക്ലാസ്സുകളൊക്കെ കേട്ടതിന്റെ ഭാഗമായിട്ടാണ് നമ്മളെ ഉള്ളിലേക്ക് ഈ ഒരു തോന്നൽ വന്നത്. ഞങ്ങൾ അടുത്തൊരു സൂയിസൈഡ് ചെയ്ത ഒരു കുട്ടീന്റെ വീടുണ്ട്, തൊട്ടടുത്ത് തന്നെയാണ്. അപ്പൊ മക്കളൊരു ദിവസം നൈറ്റിന് ഇങ്ങനെ വരുന്ന സമയത്ത് അവിടെ എന്തോ നിക്കണ കണ്ടിട്ട് ഇവര് പേടിച്ചിട്ട് ഇങ്ങോട്ട് വന്നു. എന്നിട്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു, അമ്മ ആ കുട്ടിയുടെ ശല്യം ഉണ്ട് തോന്നുന്നുണ്ടല്ലേ, അവിടെ അവരെ പഠിക്ക തന്നെ ഇങ്ങനെ നിക്കണുണ്ട്, ഞങ്ങള് കണ്ടു പറഞ്ഞിട്ട് അവളിങ്ങനെ ഒന്ന് വിറയ്ക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ് തിരിച്ചങ്ങോട്ട് തന്നെ അവിടെ പോയിട്ട് അത് കൺഫേം ചെയ്തിട്ട് വായോ പറഞ്ഞു. ചെന്ന് നോക്കിയപ്പോ എന്താണെന്നറിയോ, ഒരു വാഴയുടെ പട്ട കിടന്ന് ഇങ്ങനെ ആടുക. അത് ആടുന്ന കണ്ടപ്പം ശരിക്കും അവള് വിചാരിച്ചത് അവിടെ ആൺകുട്ടി നിക്കുകയാണെന്നാണ്. അപ്പൊ ആ തോന്നല് നമ്മളവിടെ ചെന്ന് അതിനെ കൺഫേം ചെയ്തപ്പോ ആ പേടി അവിടെ പോയി എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലാണ് നമുക്കൊരു പേടി തോന്നണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോയിട്ട് അതെന്താണെന്ന് തിരിച്ചറിയാൻ നമ്മൾ ശ്രമിക്കുക. അപ്പൊ നമുക്ക് ആ ഒരു പേടി അവിടെ കുറയ്ക്കാൻ പറ്റും എന്നുള്ള എനിക്ക് ഈ ഒരു ക്ലാസ് നിന്നാണ് ഈ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളത്. അതിന് ഒരുപാട് താങ്ക്സ്. താങ്ക് യു സാർ. When you are ready to face the challenges, when you are ready to face the fears, fear will disappear. Fear will disappear. സിന്ധു മാമിന്റെ മോൾ അത് ഫേസ് ചെയ്യാൻ തയ്യാറായി. അപ്പൊ ആ ഫിയർ പോയിട്ട് അതിന് പകരം ഒരു വായില പ്രത്യക്ഷപ്പെട്ടു. That's a magic. That's a miracle. Life is always like that. Life always gives some miracles for you. But you people are not ready to saw that. You people not ready to see that. That's the issue. Okay. Solve that. Okay. So wind up here. Fear, false evidence appear as real. എന്താണ് ഇല്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് people. അല്ല മീനിങ് False evidence appearing real. ഇല്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് തോന്നിക്കാം. Real. Okay. Thank you. സാറേ ഫിയർ മാത്രമല്ലേ പറഞ്ഞുള്ളൂ, രണ്ടാമത് വിഷ്വലൈസേഷൻ പറഞ്ഞില്ലല്ലോ. അടുത്ത സെഷനിൽ പറയും. ടൈം ഈസ് ഓവർ. അതല്ലേ ചോദിച്ചതാ, സംശയം ചോദിച്ചതാ. താങ്ക് യു. Thank you.